എത്രയും പ്രിയപ്പെട്ട തിരൂർ ഗൾഫ് മാർക്കറ്റിലെ കച്ചവട സുഹൃത്തുക്കളെ, നമ്മളേവരും വളരെ പ്രതീക്ഷയോടുകൂടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ സുദിനമാണ് ഇന്ന്. കഴിഞ്ഞ 6 മാസത്തിലധികമായി ഒരു ഷോപ്പിംഗ് മാമാങ്കം കേരളത്തിൽ വെച്ച് തന്നെ 7 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവൽ വേറെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. ദക്ഷിണേന്ത്യയിൽ തന്നെ ഇമ്പോർട്ടഡ് ആൻഡ് ഇന്ത്യൻ സാധനങ്ങളുടെ ഒരു ഹോൾസെയിൽ B2B ഫോക്കസ് ചെയ്യുന്ന ഇത്തരം ഒരു മാർക്കറ്റിൽ ആദ്യമായി ഒരു ടെസ്റ്റ് എന്ന രീതിയിൽ നടത്തിയ ഒരു ഷോപ്പിംഗ് മാമാങ്കത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള അതിന്റെ നറുക്കെടുപ്പാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഈ നറുക്കെടുപ്പിന് മുമ്പ് 2 തവണ നാം ഇതിന്റെ ഭാഗമായി തന്നെ നറുക്കെടുപ്പുകൾ നടത്തിയിരുന്നു. അത് പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ ലോക ജനതയെ നാം അറിയിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ ഫസ്റ്റ് പ്രൈസായി നാം പ്രഖ്യാപിച്ചിട്ടുള്ളത് മാരുതിയുടെ ബലനോ കാറാണ്. ഈ ഫെസ്റ്റിവൽ പ്രഖ്യാപിച്ച ഉടനെ തന്നെ ആ 4-വീലർ കാറ് ഇവിടെ വിവിധ സ്ഥലങ്ങളായി എന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന വെള്ള ബലനോ കാറ് നാം ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ സമ്മാനമായി നാം അനൗൺസ് ചെയ്തിട്ടുള്ളത് ഹോണ്ട ആക്ടിവയുടെ 4 സ്കൂട്ടറാണ്. അതിൽ 2 സ്കൂട്ടർ വിവിധ ഘട്ടങ്ങളിലായി തിരൂർ മുൻ ഡിവൈഎസ്പിയും തിരൂർ മുൻ സിഐയും നറുക്കെടുക്കുകയുണ്ടായി. നമ്മുടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് വളരെ പരസ്യമായ നറുക്കെടുപ്പാണ് അതിൽ നടത്തിയത്. ഇത് ഇങ്ങനെ തന്നെ പറയാൻ കാരണം നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് പല വിവാദങ്ങളും ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നും നമ്മുടെ ബഹുമാന്യനായ സബ് കളക്ടർ ഇത്തരം ഒരു ആവശ്യം ഇതിനു മുമ്പ് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഒഫീഷ്യൽ എൻഗേജിലായി പോയി. ഇന്ന് ഞാൻ തീർച്ചയായും വരാമെന്ന് ഒറ്റയടിക്ക് അംഗീകരിക്കുകയും വളരെ തൊട്ടടുത്ത ദിവസത്തിന് ചാർജ് എടുത്ത നമ്മുടെ DSP ജോൺസൺ സാറിനെയും സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഷെഡ്യൂള് നമുക്ക് വേണ്ടി ചേഞ്ച് ചെയ്യുകയും ഞാൻ വരാമെന്നേൽക്കുകയും 5 മണി സമയം വെച്ചത് അവരെത്താൻ 5-10 മിനിറ്റോ വൈകുമെന്ന അർത്ഥത്തിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോ അവർ കറക്റ്റ് 5 മണിക്ക് തന്നെ ഇവിടെ എത്താൻ റെഡിയായിരുന്നു. അപ്പൊ 5:15 നിശ്ചയിക്കുകയും നമ്മൾ കൃത്യസമയത്ത് തന്നെ ഈ പരിപാടി ആരംഭിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട തിരൂർ ഡിവൈഎസ്പിയെ ഫോറിൻ മാർക്കറ്റിൽ ഇത്തരം ഒരു പരിപാടി എന്ന് പറഞ്ഞപ്പോ ഫോറിൻ മാർക്കറ്റിൽ ഞാൻ ഇതുവരെ സന്ദർശിച്ചിട്ടില്ല എന്ന് പറയുകയുണ്ടായി. ഇവിടെ ഇതിന് മുൻകാലങ്ങളിൽ വന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും ഫോറിൻ മാർക്കറ്റ് അവർ കേട്ടിട്ടുണ്ട്, അവർ വന്നിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സിംഗിൾ കസ്റ്റമർ, ഒരു B2C കസ്റ്റമർ വന്നാൽ പോലും വളരെ വില വ്യത്യാസത്തിൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ നൽകുന്ന ഒരു മാർക്കറ്റ് എന്നുള്ള നിലക്ക് ഈ മാർക്കറ്റ് വളരെ സുപരിചിതമാണ്. കേരളത്തിൽ നിന്നുള്ള അങ്ങോളം ഇങ്ങോളം നിന്നുള്ള കസ്റ്റമേഴ്സിന് ഉപരിയായി കേരളത്തിന് പുറത്തും കോയമ്പത്തൂരിൽ നിന്നും മംഗലാപുരത്തു നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഈ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് വളരെ അഭിമാനാർഹമായിട്ടുള്ള ഒന്നാണ്. പക്ഷേ വലിയ കടകമ്പോളങ്ങളും ഷോപ്പിംഗ് മാളുകളൊക്കെ വരുമ്പോ ഈ ഗൾഫ് മാർക്കറ്റ് എന്തായി പോവും എന്ന ആശങ്ക ഇവിടത്തെ കച്ചവടക്കാരിലുപരിയായി പുറത്തുള്ള പബ്ലിക് പലപ്പോഴും ഞങ്ങളോട്
ചോദിക്കാറുണ്ട്. അതിനുള്ള ഉത്തരമാണ് ഏതെല്ലാം ഷോപ്പിംഗ് മാളുകൾ വന്നാലും ഏതെല്ലാം കുത്തക കമ്പനികൾ വന്നാലും ഈ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ്, ഗൾഫ് മാർക്കറ്റ് അതതിന്റെ ഒരു പടി കൂടി മുന്നോട്ട് കിടക്കുക എന്നല്ലാതെ ഒരു സ്റ്റെപ്പും ബാക്കടിക്കാനില്ല എന്ന് ഉച്ചസ്ഥലം വിളിച്ചു പറയുന്നതിന്റെ ഭാഗമാണ് ഇത്തരം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലൂടെ നാം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്.